എ റിവെഞ്ച് ഫോർജ്ഡ് ബൈ എ ലിനിയേജ് ദാറ്റ് സ്പാൻസ് ജനറേഷൻസ്. തലമുറകളോളം നീണ്ടു നിൽക്കുന്ന പ്രതികാരത്തിൻ്റെ കഥ. അങ്ങനെ പൃഥ്വിരാജിൻ്റെ ഖലീഫ സിനിമയുടെ ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടാണ് ഖലീഫ സിനിമയുടെ ഗ്ലിംസ് വന്നത്. ഏകദേശം ട്രെയിലറിൻ്റെ അത്ര ഡ്യൂറേഷൻ ഈ ഒരു ഗ്ലിംസിന് തന്നെ ഉണ്ട്. ഈ ഒരു സിനിമയിൽ ഇന്ദ്രൻസ് ഹംസ എന്നൊരു ക്യാരക്ടറായിട്ടാണ് എത്തുന്നത്. മിക്കവാറും പൃഥ്വിരാജിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കാം ഈ ഒരു ഹംസ. ഈ ഒരു ഗ്ലിംസിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ പണിക്കർ എന്ന ഈ ഒരു കസ്റ്റംസ് ഓഫീസർ ഹംസ എന്ന ക്യാരക്ടറിനോട് പറയുന്നുണ്ട്, പൃഥ്വിരാജിൻ്റെ ആമിർ അലി എന്ന ക്യാരക്ടർ അവിടെ കാല് കുത്തിയാൽ കോഫി പോസ എന്നൊരു ആക്ട് ഉപയോഗിച്ച് ജയിലിലിടുമെന്നാണ് ഈ ഒരു പണിക്കർ എന്ന കസ്റ്റംസ് ഓഫീസർ ഇന്ദ്രൻസിൻ്റെ ഹംസ എന്ന ക്യാരക്ടറിനോട് പറയുന്നത്. അടുത്ത ഷോട്ടിൽ തന്നെ ഇന്ദ്രൻസ് പറയുന്നുണ്ട്, പണിക്കർ സാർ ഈ ഒരു കോഫി പോസ എങ്ങനെയാണ് രാജ്യത്ത് വന്നതെന്ന് അറിയുമെന്ന്. വടക്കിൽ സുക്കൂർ നരേൻ ബാക്കിയും ഹാജി മസ്താനും തെക്കിൽ മുതലിയാരും മാമ്പർക്കിൽ അഹമ്മദ് അലിയും ആണെന്ന് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. ഈ ഒരു 4 ഗോൾഡ് സ്മഗ്ലേഴ്സ് കാരണം ഇന്ദിരാഗാന്ധി സർക്കാർ ശരിക്കും അന്ന് ബുദ്ധിമുട്ട് നേരിട്ടെന്നും പിന്നീടാണ് 1974 ഈ ഒരു കോഫി പോസ എന്ന ആക്ട് രാജ്യത്ത് കൊണ്ടുവന്നത്. ശരിക്കും ഈ ഒരു ആക്ട് എന്തെന്ന് നോക്കിയാൽ ഇന്ത്യയുടെ വിദേശ നാണ്യം സംരക്ഷിക്കുകയും രാജ്യത്ത് നടക്കുന്ന സ്മഗ്ലിംഗ് എല്ലാം തടയുകയുമാണ് ഈ ഒരു ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ ഒരു നിയമപ്രകാരം ഒരാളെ 12 മാസം വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരാൾ കള്ളക്കടത്ത് നടത്താൻ പോകുന്നു എന്നുള്ളൊരു സൂചന കിട്ടിയാൽ തന്നെ അയാൾ കരുതൽ തടങ്കലിൽ വെക്കുന്നൊരു രീതിയാണിത്. അഹമ്മദ് അലിയെ ഈ ഒരു ആക്ട് ഉപയോഗിച്ച് അരമണിക്കൂർ പോലും തടങ്കലിൽ വെക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ കൊച്ചുമകനാണ് ഈ ഒരു ആമിർ അലി എന്ന് ഇന്ദ്രൻസിൻ്റെ ഹംസ പൃഥ്വിരാജിൻ്റെ ആമിർ അലി എന്ന ക്യാരക്ടറിന് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാകും അഹമ്മദ് അലി എന്ന ക്യാരക്ടർ തന്നെ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ എത്രത്തോളം പവർഫുൾ ആയിരിക്കുമെന്ന്. എന്തായാലും സിനിമയുടെ ഗ്ലിംസിൽ ഒരുപാട് ഫൈറ്റ് സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഹോളിവുഡ് ലെവലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വൈശാഖിൻ്റെ ഡയറക്ഷനാണ്, അതുപോലെ ജിനൂബി എബ്രഹാമാണ് ഈ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലിംസിൽ തന്നെ ജേക്സ് വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലനായിട്ട് വന്നിട്ടുണ്ട്. സിനിമയിലും കിടിലനാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈശാഖിൻ്റെതായിട്ട് ലാസ്റ്റ് ഇറങ്ങിയ ടർബോ പോലും ആവറേജ് സ്ക്രിപ്റ്റായിട്ട് പോലും വൈശാഖ് നല്ല രീതിയിൽ ആ ഒരു സിനിമ മേക്കിങ്ങിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സിനിമ സക്സസ് ആയത്. എന്തായാലും ഖലീഫ സിനിമയുടെ ഗ്ലിംസ് കാണുമ്പോൾ ഈ ഒരു സിനിമയും ഒരു നല്ല കിടിലൻ ആക്ഷൻ പടമായിട്ടാണ് തോന്നുന്നത്. സിനിമയുടെ തിരക്കഥ നല്ലതാണെങ്കിൽ വൈശാഖ് നല്ല രീതിയിൽ ഈ ഒരു സിനിമ മേക്ക് ചെയ്താൽ പുലിമുരുകന് ശേഷം വൈശാഖിൻ്റെ ഡയറക്ഷനിൽ അടുത്തൊരു 100 കോടി ചിത്രമായുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഖലീഫ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.